ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പനീർ പുലാവാണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെയിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുമേ. പനീറിന് അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല, അതുകൊണ്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടുമേ കറിയിലേക്ക് ഇടുമ്പോൾ. അതിപ്പോൾ ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ പനീർ ഇപ്പോൾ ഓൾറെഡി ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയൊരു ക്യൂബായിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ. ഇനി ഈ പനീർ നമുക്കൊന്ന് കോരി അതിൻ്റെ എണ്ണ പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ബട്ടറിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം മീഡിയം സൈസിൽ ഒരു കഷ്ണം ഇഞ്ചി, 4 ഇതൾ വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചതച്ച് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്തോളൂ കേട്ടോ. പിന്നെ ഇതിന് കരിഞ്ഞു പോകാതെ ഒന്ന് വഴട്ടിയെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് ഗ്രീൻ പീസാണ്. അത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് പനീറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് നോക്കി നിങ്ങൾ ചേർത്തോണേ. അപ്പോൾ ബസ്മതി റൈസ് ഓൾറെഡി ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരിക്കലും നിങ്ങൾ 100% വേവിച്ച് വെക്കരുത്. ആദ്യം തന്നെ ഒരു 75% മാക്സിമം കുക്ക് ചെയ്ത് വെക്കാവുള്ളൂ. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കിയതും കൂടെ വെന്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ കുഴഞ്ഞ് ഒരു കട്ടയായിട്ടിരിക്കുവേ. കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിട്ടിലിന് ടേസ്റ്റുള്ള പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്